ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് അറേനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റിങ്ങിൽ, ഷെൽ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ അറേ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ അറേ എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറേ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. സോ അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത്. ആൻ അറേ ഈസ് എ സിമെട്രിക് അറേഞ്ച്മെൻറ്റ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയുടെ സിമെട്രിക് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ എന്ത് പറയും? അറേ എന്ന് പറയും. But in shell script, array is a variable which contain multiple values may be of same type or different types. So എന്താണ് ഡിഫറൻസ് മറ്റുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള അറേയിൽ നിന്നും? ഷെൽ സ്ക്രിപ്റ്റിൽ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? ഒരു വേരിയബിൾ ആണ്. അതിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക? മൾട്ടിപ്പിൾ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യും. അതെന്താവാം? മേ ബി സെയിം ടൈപ്പ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ഡിഫറെൻറ്റ് ടൈപ്പ് ആവാം. ഒരേ ടൈപ്പുള്ള എലമെൻറ്റ്സ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ചിലപ്പോൾ സെയിം ടൈപ്പുള്ള ഡാറ്റാസ് ആവാം, ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സുള്ള ഡാറ്റാസ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ ഡാറ്റാസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെൽ സ്ക്രിപ്റ്റിൽ അറേ എന്ന് വിളിക്കുന്നത്. സിൻസ് ബൈ ഡിഫോൾട്ട് ഇൻ ഷെൽ സ്ക്രിപ്റ്റ് എവറിത്തിങ് ഈസ് ട്രീറ്റഡ് ആസ് എ സ്ട്രിങ്. കാരണം എന്താണ്? ഷെൽ സ്ക്രിപ്റ്റിൽ നമ്മൾ എന്താണ് ബൈ ഡിഫോൾട്ട് എന്താണ് എല്ലാത്തിനെയും നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ളതും എന്താ പറ്റും അറേയിൽ വരാൻ പറ്റും എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. എല്ലാത്തിനെയും ഷെൽ സ്ക്രിപ്റ്റിൽ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്? സ്ട്രിങ് ആയിട്ടാണ്. സ്ട്രിങ് ആയി നമ്മൾ സ്ട്രിങ് ഡിസ്കസ് ചെയ്തു. സോ സ്ട്രിങ് ആയിട്ടാണ് എല്ലാത്തിനെയും ട്രീറ്റ് ചെയ്യുന്നത്. സോ ആൻ അറേ ഈസ് എ സീറോ ബേസ്ഡ് ദാറ്റ് മീൻസ് ഇൻഡെക്സിങ് സ്റ്റാർട്ടിങ് വിത്ത് സീറോ. നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ് അറേ. നമ്മൾ ഇൻഡെക്സ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക? സീറോയിൽ നിന്നായിരിക്കും അറേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഹൗ ടു ഡിക്ലെയർ അറേ ഇൻ ഷെൽ സ്ക്രിപ്റ്റിംഗ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എങ്ങനെ അറേ നമുക്ക് ഉപയോഗിക്കാം അഥവാ എങ്ങനെ ആദ്യം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണം അറേനെ ഡിക്ലെയർ ചെയ്യണം. സോ അറേനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. വി ഡിക്ലെയർ ആൻ അറേ ഇൻ എ ഷെൽ സ്ക്രിപ്റ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്ക് പലതരത്തിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ഡിക്ലറേഷൻ ആണ്. ഇൻഡയറക്റ്റ് ഡിക്ലറേഷൻ എങ്ങനെയാണ് വരാൻ നോക്കാം. ഇൻ ഇൻഡയറക്റ്റ് ഡിക്ലറേഷൻ വി അസൈൻസ് എ വാല്യൂ ഇൻ എ പർട്ടിക്കുലർ ഇൻഡെക്സ് ഓഫ് അറേ വേരിയബിൾ. നോ നീഡ് ടു ഫസ്റ്റ് ഡിക്ലെയർ. ഇൻഡയറക്റ്റ് ഡിക്ലറേഷനിൽ എന്ത് ചെയ്യുന്നത്? വി അസൈൻ എ വാല്യൂ ഇൻ എ പർട്ടിക്കുലർ ഇൻഡെക്സ്. നമ്മളൊരു പർട്ടിക്കുലർ ഇൻഡെക്സിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. നോ നീഡ് ഫസ്റ്റ് ഡിക്ലെയർ അതാണോ? ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. അറേ നെയിം, ഇൻഡെക്സ് നമ്പർ, ഇൻഡെക്സ് എത്രയാണോ നമുക്ക് കൊടുക്കണം, നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കൂലേ ആ രീതിയിൽ. അഥവാ അറേയുടെ പേര് കൊടുക്കും, ബ്രാക്കറ്റിൽ അറേയുടെ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ 10 അതിൻ്റെ സൈസെങ്കിൽ 10 എന്നുള്ള രീതിയിൽ കൊടുക്കും. ദെൻ പത്താമത്തത് എന്ത് ചെയ്യുന്നു? ദെൻ ഈക്വൽ ടു വാല്യൂ, ഏതാണോ വാല്യൂ അതിലോട്ട് അസൈൻ ചെയ്യേണ്ടത് അതും കൊടുക്കും. സോ ഇൻഡയറക്റ്റ് ഡിക്ലറേഷനിൽ എന്താണ്? വി അസൈൻ ദ വാല്യൂ ഇൻ എ പർട്ടിക്കുലർ ഇൻഡെക്സ് ഓഫ് അറേ വേരിയബിൾ. അഥവാ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ അസൈൻ ചെയ്യലും ഡിക്ലെയർ ചെയ്യലും ഒക്കെ ഒറ്റ ലൈനിൽ, ഒരു പർട്ടിക്കുലർ ലൈനിലോട്ട് ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അറേ നെയിം, ഇൻഡെക്സിൻ്റെ നമ്പർ കൊടുക്കുക. ഇപ്പോൾ 0th പൊസിഷനിലോട്ടാണോ, 1th പൊസിഷനിലോട്ടാണോ, 2th പൊസിഷനിലോട്ടാണോ എന്നുള്ളത് കൊടുക്കുക. ഈക്വൽ ടു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലോട്ട് എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കുന്ന വാല്യൂ കയറും. ഓക്കെ, രണ്ടാമത്തേതാണ് എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ. എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഡിക്ലെയർ അറേ ദെൻ അസൈൻ ദ വാല്യൂ. നമ്മൾ തൊട്ട് മുമ്പത്തിൽ എന്താണ് ഇൻഡയറക്റ്റ് ഡിക്ലറേഷനിൽ എന്താ ചെയ്തത്? അറേ ഡിക്ലെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നതും ഒക്കെ എന്തായിരുന്നു? ഒറ്റ സ്റ്റെപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ബട്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ്റെ കേസിൽ ആദ്യം എന്ത് ചെയ്യും? അറേ ഡിക്ലെയർ ചെയ്യും, എന്നിട്ട് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യും. സോ ഇവിടെ നോക്കൂ, ഡിക്ലെയർ എങ്ങനെ ചെയ്യുന്നത്? അറേനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിക്ലെയർ സ്പേസ് -a അറേൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ അറേ എന്തായി? അവിടെ ഡിക്ലെയർ ആയി. ആ ഒരു അറേയുടെ ഈ അറേ നെയിമിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു അറേ അവിടെ ക്രിയേറ്റ് ആയി. ദെൻ മൂന്നാമത്താണ് കോമ്പൗണ്ട് അസൈൻമെന്റ്. ദാറ്റ് മീൻസ് ഇൻ കോമ്പൗണ്ട് അസൈൻമെന്റ് വി ഡിക്ലെയർ അറേ വിത്ത് എ ബഞ്ച് ഓഫ് വാല്യൂസ്. വി ക്യാൻ ആഡ് അതർ വാല്യൂസ് ലേറ്റർ ടു. ഇതെന്താണ് കോമ്പൗണ്ട് അസൈൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആ അറേയിലോട്ടുള്ള ബഞ്ച് ഓഫ് വാല്യൂസ് അല്ലേ, എന്തൊക്കെയാണ് അതിലോട്ടുള്ള കൊടുക്കേണ്ട വാല്യൂസ്, ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു, അഥവാ അസൈൻ ചെയ്യുന്നു. സോ കോമ്പൗണ്ട് അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ബഞ്ച് ഓഫ് വാല്യൂസ് അറേ ഡിക്ലറേഷൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നു, അതാണ് കോമ്പൗണ്ട് അസൈൻമെന്റ്സ്. സോ ഇവിടെ നോക്കൂ, ഒന്നെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം. അറേ നെയിം then എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈക്വൽ ടു വാല്യൂ ഇട്ടിട്ട് ആ അറേയിലോട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കോമ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇതിലോട്ട് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും.
മറ്റൊരു രീതി ഇവിടെ നോക്കൂ, ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സ്ട്രിങ് എന്നുള്ള രീതിയിൽ. ദാറ്റ് മീൻസ് അറേൻ്റെ പേര് കൊടുക്കുക, അറേൻ്റെ പേര് ഈക്വൽ ടു കൊടുക്കുക, ദെൻ ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് 1th പൊസിഷനിൽ ഇവിടെ എന്താ ചെയ്യുക, 10 എന്നുള്ള വാല്യൂ ആയിരിക്കും കയറുക. 2nd പൊസിഷനിൽ 20 എന്നുള്ള വാല്യൂ കയറും. 3rd പൊസിഷനിൽ 30 എന്നുള്ള വാല്യൂ കയറണം. സോ ഈ രീതിയിൽ നമുക്ക് അസൈൻ ചെയ്യാം. പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഇൻഡെക്സിൽ യൂസ് ചെയ്തിട്ടുള്ള എന്താണ് അറേ ഡിക്ലറേഷൻ. സോ ഈ ഒരു രീതിയിൽ അറേ ഡിക്ലറേഷനും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വാല്യൂ അസൈൻ ചെയ്യുന്നതും ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ചെയ്യാം. കോമ്പൗണ്ട് അസൈൻമെൻറ്റ് തന്നെ ഈ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം, ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കൊരു അറേയിലുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യിക്കണം. അറേയിലുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യിക്കാനുള്ള പല മെത്തേഡ്സാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ എനിക്കിപ്പോൾ ഒരു അറേയിലുള്ള എല്ലാ എലമെൻസും പ്രിന്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ കോഡ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അറേയിലുള്ള എല്ലാ എലമെൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്റ്റാർ യൂസ് ചെയ്താൽ മതി. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്റ്റാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേയിലുള്ള എല്ലാ എലമെൻസും ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ @ അല്ലേ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എലമെൻസും കിട്ടും. സോ എങ്ങനെ കൊടുത്താൽ മതി, എക്കോ ആണ് പ്രിന്റ് ചെയ്യിക്കാൻ നമുക്കറിയാം. എക്കോ സ്പേസ് ഇടുക, ഡോളർ ബ്രേസസ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ അറേയുടെ പേര് കൊടുക്കുക, ദെൻ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർ, അഥവാ ഈ ഒരു അറേ നെയിമുള്ള അറേയിലെ എല്ലാ എലമെൻസും എക്കോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ. സോ ഈ ഒരു മെത്തേഡ് ഓർത്ത് വെക്കുക. ദെൻ ഇത് ക്ലോസ് ചെയ്യുക, ഇവിടെ ബ്രേസസും ക്ലോസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കൂ, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഞാൻ ആദ്യം തന്നെ ഒരു അറേ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ARR എന്നാണ് അറേയുടെ പേര്. അതിലോട്ട് വാല്യൂ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് അസൈൻമെന്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ARR എന്ന അറേ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് വാല്യൂസ് ABCDF GHI RSD എന്നുള്ള വാല്യൂസ് അതിലോട്ട്, അങ്ങനെ 4 വാല്യൂസ് ഈ ARR എന്ന് പറഞ്ഞിട്ടുള്ള അറേയിലോട്ട് കൊടുത്തു. ഇനി ഈ ARR എന്ന അറേയിലുള്ള എല്ലാ എലമെൻസും നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ ഈ @ ഉപയോഗിച്ചിട്ടുള്ള ഈ മെത്തേഡ്, അല്ലെങ്കിൽ സ്റ്റാർ കൊടുത്താൽ മതി, ARR ഓഫ് സ്റ്റാർ എന്നുള്ളത് കൊടുത്താൽ മതി. സോ ഞാൻ രണ്ടും ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. എക്കോ ഡോളർ ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ARR ഓഫ് @ കൊടുക്കുക, അല്ലെങ്കിൽ ARR ഓഫ് സ്റ്റാർ കൊടുക്കുക. ഇത് രണ്ടായാലും നമുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക ഈ അറേയിലുള്ള എല്ലാ എലമെൻസും ആയിരിക്കും. ABCDF GHI RSD ഉണ്ടോ, ഇത് ഒക്കെ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് മൊത്തം പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ @ സ്റ്റാറും എന്നുള്ള കൺസെപ്റ്റ്. ഇനിയിപ്പോൾ ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യിക്കാനാണെങ്കിൽ എന്താണ്, നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ARR ഓഫ് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് എലമെന്റ് കിട്ടും. അല്ലെങ്കിൽ സിംപ്ലി ARR എന്ന്, അഥവാ അറേയുടെ പേര് മാത്രം കൊടുത്താലും നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആണ് അവിടെ പ്രിന്റ് ആയിട്ട് കിട്ടുക, എക്കോ കേട്ടോ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി എക്കോ ഡോളർ ARR ഓഫ് 0 കൊടുക്കുക, അല്ലെങ്കിൽ എക്കോ ഡോളർ എന്ത് ചെയ്യുക, ARR മാത്രം കൊടുക്കുക. എന്നാലും നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആണ് കിട്ടുക. ഈ പർട്ടിക്കുലർ സെലക്ടഡ് ഇൻഡെക്സിലുള്ള എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ARR ഓഫ് 0. ഇപ്പോൾ 5th എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ARR ഓഫ് 5 എന്ന് കൊടുത്താൽ മതി. അവിടെ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള എലമെന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ സിൻടാക്സ്. എക്കോ ഡോളർ അറേ നെയിം ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ഇൻഡെക്സിന്റെ നമ്പർ കൊടുത്താൽ മതി. ഇപ്പോൾ 5th ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, അറേ നെയിമിന്റെ പേര് ARR, ബ്രാക്കറ്റിൽ എന്ത് ചെയ്താൽ 5th എലമെന്റ് 5th എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ആ 5th ലൊക്കേഷനിലുള്ള ആ അറേയിലുള്ള എലമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ മറ്റൊരു മെത്തേഡ്, അഥവാ നമുക്കിപ്പോൾ ഒരു റേഞ്ചിലുള്ള എലമെന്റ്സ്, ഇപ്പോൾ 2 മുതൽ 10 വരെയുള്ള എലമെന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഞ്ച് കൊടുത്തിട്ട് ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആണ് അറിയുന്നത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള മെത്തേഡാണ്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്കോ ഡോളർ കൊടുക്കുക, നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ അറേ നെയിം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കേണ്ടത് വിച്ച് എലമെന്റ്, ഏത് എലമെന്റ് ആണോ നമുക്ക് കിട്ടേണ്ടത്, അപ്പം ഏത് എലമെന്റ് ആണോ കിട്ടേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ എല്ലാ എലമെന്റ് കിട്ടുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, സ്റ്റാറോ @ കൊടുത്താൽ മതി. ഇതിനൊരു കോളൻ ഇടുക, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കുക, കോളൻ ഇടുക, കൗണ്ട് എലമെന്റ് കൊടുക്കുക, എത്ര എലമെന്റ് ആണ്, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് മുതൽ എത്ര എലമെന്റ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്താണ്ടോ, എക്കോ ഡോളർ ARR എന്നാണ് വേണ്ടത്, @ ആണ് കൊടുത്തിട്ടുള്ള ബ്രാക്കറ്റിൽ. എല്ലാ എലമെന്റും വേണം, എല്ലാ എലമെന്റും വേണം. എവിടെ നിന്നുള്ള എല്ലാ എലമെന്റാണ് വേണ്ടത്, 1ാമത്തെ പൊസിഷനിൽ തൊട്ടിട്ട് 4ാമത്തെ പൊസിഷൻ വരെ, അല്ല 1ാമത്തെ പൊസിഷൻ തൊട്ടിട്ട് 4 പൊസിഷൻസിൽ വരെയുള്ള എന്ത് ചെയ്യണം, എലമെന്റ്സുകളൊക്കെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ളത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. കോളൻ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള എലമെന്റ്സ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം എന്ന് വെക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക,
ഇങ്ങനെയുണ്ട് ടു പ്രിന്റ് എലമെന്റ്സ് ഫ്രം എ പർട്ടിക്കുലർ ഇൻഡെക്സ്. ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ നിന്ന് തൊട്ടിട്ടുള്ള എലമെന്റ്സ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് കൊടുക്കാനുള്ള സിൻടാക്സ് ആണിത്. എക്കോ ഡോളർ അറേ നെയിം വിച്ച് എലമെന്റ്, ഏത് എലമെന്റ് ആണോ നമുക്ക് വേണ്ടത്, ദെൻ എന്ത് ചെയ്യുക, കോളനിട്ട് സ്റ്റാർട്ട് ഇൻഡെക്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡെക്സ് മുതലുള്ള എലമെന്റ്സുകൾ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യും. സോ അതാണ് ഇവിടെ കൊടുത്തത്. എക്കോ ഡോളർ ARR കൊടുത്തു, ദെൻ കോളൻ ഇട്ടിട്ട് 0 കൊടുത്തു. അപ്പോൾ 0 മുതലുള്ള എല്ലാ എലമെന്റ്സും ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് 0 മുതലുള്ള എല്ലാ എലമെന്റ്സും അവിടെ പ്രിന്റ് ചെയ്യും. അതേപോലെ തന്നെ ഇനി കൗണ്ട് ദ ലെങ്ത് ഓഫ് പർട്ടിക്കുലർ എലമെന്റ് അറേ. ഒരു എലമെന്റിന്റെ പർട്ടിക്കുലർ എലമെന്റ് അറേയിലുള്ള ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ലെങ്ത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഹാഷ് സിമ്പിൾ. ഹാഷ് എന്ത് ചെയ്യും, പ്രിന്റ് ലെങ്ത്, ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ലെങ്ത് പ്രിന്റ് ചെയ്യും. ഇപ്പം അറേ 0th പൊസിഷനിലുള്ള ഒരു എലമെന്റിന്റെ ലെങ്ത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, ആ അറേയുടെ പേര് തൊട്ട് മുമ്പ് ഒരു ഹാഷ് യൂസ് ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, എക്കോ ഡോളർ ദെൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഹാഷ് ARR എന്നാണ് കൊടുത്തത്. സോ ARR 0th പൊസിഷനിലുള്ള അറേയിലുള്ള എലമെന്റിന്റെ എന്ത് പ്രിന്റ് ചെയ്യും, ഇവിടെ ലെങ്ത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാഷ് യൂസ് ചെയ്തത്. അടുത്തത് ടു കൗണ്ട് ലെങ്ത് ഓഫ് അറേ. അറേയുടെ തന്നെ ലെങ്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഷാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ എന്ത് ഡിഫറൻസ് ഉള്ളൂ, അറേയുടെ പേര് കൊടുക്കുക, ബ്രാക്കറ്റിൽ @ അല്ലെങ്കിൽ സ്റ്റാറോ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ എലമെന്റ്സിന്റെ അറേയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും കൗണ്ട് നമുക്ക് കിട്ടും. അതിന് നമ്മൾ ഇവിടെ ഹാഷ് തന്നെയാണ് യൂസ് ചെയ്തത്. എക്കോ ഡോളർ ഹാഷ് ARR കൊടുത്തു. ഓക്കെ, ഈ രീതിയിൽ. അടുത്ത് നോക്കൂ, നമുക്കിപ്പോൾ ഒരു എലമെന്റ്സിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. സോ ടു സെർച്ച് ഇൻ അറേയിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ARR നമുക്കറിയാം, എല്ലാ എലമെന്റ്സും അറേയിലുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് കിട്ടുന്നതാണ് ARR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകാന്ന് വെച്ചോ. സെർച്ച് ഇൻ അറേ, സെർച്ച് റിട്ടേൺ 1 if it found the pattern, else it returns 0. It does not alter the original array elements. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു അറേയിലുള്ള എലമെന്റ്സിനെ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്യുമ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് അത് റിട്ടേൺ ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഒറിജിനൽ എലമെന്റ്സിനകത്ത് എന്ത് ചെയ്യില്ല, മാറ്റമൊന്നുമില്ല, വെറുതെ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്തിട്ട് അതിലുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അതിലുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കമന്റ് അൾട്ടർ ചെയ്യുന്നില്ല, ദാറ്റ് മീൻസ് മോഡിഫൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പാറ്റേണിലുള്ള എലമെന്റ് അതിൽ ഉണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്കോ ഡോളർ ARR കൊടുത്തു. അഥവാ ഈ എല്ലാ എലമെന്റ്സിൽ നിന്നാണ് നമുക്ക് നോക്കേണ്ടത്, എങ്ങനത്തത് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സ്ലാഷ് ഇടുക, സ്റ്റാർ ഇടുക, AA സ്മോൾ ലെറ്റർ എയും പിന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ A വരുന്ന രീതിയിലുള്ള എലമെന്റ്സ് ഈ ARR ഉണ്ടോ എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കമന്റിന് നമ്മൾ സാധനം കൊടുക്കൂലേ, സ്ലാഷ് സ്റ്റാർ, ദെൻ എന്താണോ പാറ്റേൺ അത് കൊടുക്കുക, സ്റ്റാർ സ്ലാഷ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു അറേയിൽ ARR എന്ന അറേയിൽ ഈ ഒരു പാറ്റേണിൽ ഉണ്ടോ എന്നുള്ളതായിരിക്കും അത് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, 1 റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ അടുത്ത് നോക്കൂ, ഒരു അറേയിലുള്ള ഇതിൻ്റെ വേരിയബിളിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം നോക്കുക. അറേ വേരിയബിളിനെ ഡിലീറ്റ് ചെയ്യണം നോക്കുക. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു അറേനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനാണ് കേട്ടോ. അറേനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ടു ഡിലീറ്റ് ഇൻഡെക്സ് 1 എലമെന്റ്, ഒന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻഡെക്സ് 1 എലമെന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അൺസെറ്റ് എന്നുള്ളതാണ് ഉപയോഗിക്കുക. അൺസെറ്റ് അറേ നെയിം ഓഫ് 1 കൊടുത്താൽ എന്ത് ചെയ്യും, ആ അറേയിലുള്ള ഇൻഡെക്സ് 1 എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പോൾ പർട്ടിക്കുലർ ഇൻഡെക്സ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അൺസെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ മതി. ഇപ്പം മൊത്തത്തിൽ അറേനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അൺസെറ്റ് അറേ നെയിം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അൺസെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറേനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മളിപ്പോൾ വൈൽ ലൂപ്പും ഇതൊക്കെ പഠിച്ചല്ലോ. സോ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു അറേയിലുള്ള എലമെന്റ്സിനൊക്കെ പ്രിന്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പോൾ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അറേയിലുള്ള എലമെന്റ്സിനൊക്കെ പ്രിന്റ് ചെയ്യിക്കേണ്ടതെങ്കിൽ അത് ഫസ്റ്റ് നോക്കൂ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള എങ്ങനെയാണ്, ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അറേയുടെ സൈസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് അറേയിലുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ അറേയുടെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡോളർ ഹാഷ് സിമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഹാഷ് ARR കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കിട്ടും,
സൈസ് കിട്ടും, അറേയുടെ സൈസ് കിട്ടും. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ബാഷ് സ്ക്രിപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അറേയുടെ എന്ത് ചെയ്തു, എന്താണ് അറേ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ARR എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈക്വൽ ടു ഇട്ടിട്ട് ആ അറേയിലുള്ള വാല്യൂസ് ഒക്കെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. സോ 1 2 3 4 5 ആണ് ഇപ്പോൾ ARRൽ ഞാൻ ARR ഉണ്ടാക്കി അതിലോട്ട് 5 വരെയുള്ള വാല്യൂസ് കൊടുത്തു. ദെൻ ആദ്യം i ഈക്വൽ ടു 0 ആക്കി. ദെൻ എന്ത് ചെയ്യുന്നു, വൈൽ യൂസ് ചെയ്യാം കേട്ടോ. വൈലിന്റെ സിന്റാക്സ് നമ്മൾ പഠിച്ചതാണ്. വൈൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, $i ദാറ്റ് മീൻസ് 0 മൈനസ് LT. നമ്മൾ സാധാരണ കണ്ടീഷൻ കൊടുക്കില്ല, അത് തന്നെയാണ് സംഭവം. 0 മൈനസ് LT ആണ് ലെസ് ദാൻ ആണോ നോക്കണം, ഏതിനെക്കാട്ടിലും ലെസ് ദാൻ ആണോ നോക്കണം. ഈ ഒരു സൈസ് ഓഫ് അറേയുടെ സൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച് ഈ സംഭവമില്ല, അത് അതേപോലെ ഇവിടെ കൊടുക്കുക. അതിനെക്കാട്ടിലും ആ സൈസ് ഓഫ് അറേനെക്കാട്ടിലും ചെറുതാണോ $i എന്ന് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ വൈലിൻ്റെ ഉള്ളിൽ കിടക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ എലമെന്റ് പ്രിന്റ് ചെയ്യണം. സോ എക്കോ $ARR ഓഫ് $i കൊടുത്താൽ മതി. അതിൽ എന്തുണ്ട്, 0th എലമെന്റ് എന്നുണ്ട്. സോ പിന്നെ എന്ത് ചെയ്യും, ആ അതിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. നമുക്ക് മറ്റേ നമ്മൾ യൂസ് ചെയ്ത അതേ കൺസെപ്റ്റ്, സിൻടാക്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ then എന്ത് ചെയ്യണം, i നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം. അതിനെ EXPR യൂസ് ചെയ്തിട്ട് $i + 1 കൊടുക്കുന്നു. സോ i 1 ആവുന്നു. y 1 ആയതിനു ശേഷം വീണ്ടും നോക്കുന്നു, 1 ലെസ് ദാൻ, ഇവിടെ ഇതെന്താണ് 5 ആണ് അല്ലേ, അറേയുടെ സൈസ് 1 ലെസ് ദാൻ 5 ആണോ, ആണ്. then എന്ത് ചെയ്യും, ഉള്ളിൽ കിടക്കും, അറേ ARR ഓഫ് 1 പ്രിന്റ് ചെയ്യും. ദാറ്റ് മീൻസ് 2 ഇവിടെ പ്രിന്റ് ചെയ്യും. ദെൻ i വീണ്ടും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു, i 2 ആവും. 2 ലെസ് ദാൻ എന്താണ് 5 ആണോ നോക്കും, ആണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഉള്ളിൽ കിടന്നിട്ട് എന്ത് ചെയ്യും, തേർഡ് എലമെന്റ്, ടൂത്ത് ഇൻഡെക്സിലുള്ള എലമെന്റ് പ്രിന്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ ടൂത്ത് ഇൻഡെക്സിൽ ഏതാണുള്ളത്, 3 ആണുള്ളത്. ആ 3 ഇവിടെ പ്രിന്റ് ചെയ്യും. ദെൻ വീണ്ടും i ഇൻക്രിമെന്റ് ചെയ്യും. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു അറേയിലുള്ള 5 എലമെന്റ്സ് അവിടെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു അറേയിലുള്ള എലമെന്റ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാന്നുള്ളതിന് എക്സാമ്പിൾ ആണിത്. സോ ഇതൊന്ന് നോക്കാം കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് അറേയിലുള്ള വാല്യൂസ് കൊടുത്തേക്കാണ് അല്ലേ. ഇനി ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വരും, അറേയിലോട്ട് വാല്യൂസ് എന്ത് ചെയ്യും, യൂസറെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള ഒരു ഇത് പറഞ്ഞിട്ട് വരും. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതും നമ്മൾ ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം എന്താണ് അറേയുടെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ അറേയിൽ സൈസ് അറിഞ്ഞാൽ മാത്രമല്ല നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ടു റീഡ് ദ അറേ എലിമെന്റ്സ് അറ്റ് റൺ ടൈം ആൻഡ് പ്രിന്റ് ദ അറേ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്താണ്, അറേയുടെ എലമെന്റ്സിനെ എന്ത് ചെയ്യണം, അതിലോട്ട് റീഡ് ചെയ്യണം. അറേയിലെ എലമെന്റ്സിനെ റീഡ് ചെയ്യണം. ഇവിടുന്ന് യൂസർ സൈഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അറേയിലെ എലമെന്റ്സിനെ അറേയിലോട്ട് കയറ്റണം. ദെൻ അതെന്ത് ചെയ്യുന്നു, ആ അറേയിലുള്ള എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യിക്കുകയും വേണം. സോ ഞാനിവിടെ യൂസ് ചെയ്ത ഫോർ ലൂപ്പാണ്. വൈൽ ലൂപ്പ് നേരത്തെ യൂസ് ചെയ്തല്ലോ. അപ്പോൾ ഇനി ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നും കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫോർ ലൂപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, അറേയിലോട്ട് എലമെന്റ്സിനെ യൂസർ കയ്യിൽ നിന്ന് അഥവാ കീബോർഡിൽ നിന്ന് എന്ത് ചെയ്യണം, വാങ്ങിയിട്ട് അറേയിലോട്ട് കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമന്റ് എന്താണ്, റീഡ് എന്നുള്ളതാണ് അല്ലേ. സോ ഞാൻ ആദ്യം ബാഷിന്റെ ആ ഒരു ഫസ്റ്റ് ലൈൻ കൊടുത്തു. ഇതിന് എന്ത് ചെയ്യുന്നു, എക്കോ ചെയ്യുന്നു -n എൻ്റർ ദ ടോട്ടൽ നമ്പേഴ്സ്. എല്ലാ നമ്പേഴ്സും അല്ല എന്താണ് ആ അറേയുടെ സൈസ്, എത്ര എലമെന്റ്സ് ആണോ ആ അറേയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ അത്രയും സൈസ് എത്രയാണോ എന്നുള്ളത് യൂസറിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്കോ കൊടുത്തിട്ടുള്ളത്. സോ എക്കോ കൊടുക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യും, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വരും, എൻ്റർ ദ ടോട്ടൽ നമ്പേഴ്സ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തോ എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യുന്ന സംഭവം എന്ത് ചെയ്യണം, റീഡ് ചെയ്തിട്ട് എന്നിലോട്ട് കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ അത് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ റീഡ് n കൊടുക്കുന്നു. സോ എന്നിലോട്ട് എന്താ കയറിയിട്ടുണ്ടാവും, നമ്മൾ എത്രയാണോ ടോട്ടൽ നമ്പർ കൊടുത്തിട്ടുള്ളത് അത് എന്നിലോട്ട് കയറിയിട്ടുണ്ടാവും. ദെൻ എക്കോ എൻ്റർ നമ്പേഴ്സ്. ദെൻ നമുക്ക് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയണം. അത് ഓരോന്നും എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞിട്ടുള്ള എ ഓഫ് എ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആരെ അതിലോട്ട് കയറണം. സോ ആദ്യം i = 0th ഇൻഡെക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് ഞാൻ i = 0 എന്ന് കൊടുത്തു. ദെൻ വൈൽ ലൂപ്പ് കൊടുക്കുന്നു. $i 0 ലെസ് ദാൻ $n. സൈസ് നമ്മൾ വാങ്ങിയതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈൽ ലൂപ്പ് കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റീഡ് ചെയ്യാൻ വൈൽ ലൂപ്പാണ് യൂസ് ചെയ്തത്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടോ. സോ ലെസ് ദാൻ n ആണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് 0 ലെസ് ദാൻ എത്ര n, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5 കൊടുത്തു വെച്ചോ, 0 ലെസ് ദാൻ 5 ആണോ നോക്കുന്നു, ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, 0th എലമെന്റിനെ റീഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ EXPR വെച്ചിട്ട് അതിനൊന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അങ്ങനെ ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
ആ 5 എലമെന്റ്സിനെയും നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നു. ഇപ്പം എത്ര എലമെന്റ് ആണോ നമ്മൾ എത്രയാണോ കൊടുത്തത് അത്രയും എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വൈൽ ലൂപ്പിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു റീഡ് ചെയ്തെടുക്കുന്നു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ റീഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സിനൊക്കെ പ്രിന്റ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഫോർ ലൂപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം, റീഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ അണ്ടിൽ നമ്മൾ പഠിച്ചതാണല്ലോ, ആ ലൂപ്പിംഗ് ഒക്കെ നമുക്ക് അവിടെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തത്. സോ എനിക്ക് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എക്കോ ഔട്ട്പുട്ട് എന്ന് കൊടുത്തു, അത് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ഐ ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു $A കൊടുത്തു. സോ നമുക്ക് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ് കൊടുക്കുക നമുക്കറിയാം, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. ദെൻ എക്കോ $i ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ $i എന്ന് കൊടുക്കുന്നു. സോ 0th എലമെന്റ് ആദ്യം പ്രിന്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു ഫോർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്തു ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യുന്നു, സെക്കൻഡ് എലമെന്റ് പ്രിന്റ് ചെയ്യുന്നു, അങ്ങനെ എത്ര എലമെന്റ് ആണോ ഇതിലുള്ളത് അതൊക്കെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാം. അറേയുടെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ലാബിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് രണ്ട് വട്ടം എന്ത് ചെയ്യുക ചെയ്തൊക്കെ നോക്കുക. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ ടോട്ടൽ നമ്പേഴ്സ് 3 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ 3 എലമെന്റ്സ് ഞാൻ 1ഉം 3ഉം 5ഉം ആണ് ഇവിടെ റീഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിന് ആ 1ഉം 3ഉം 5നും ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. Thank you.